നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ 1-ാം സ്ഥാനത്താണ് അർജന്റീന. 7 റൗണ്ട് മത്സരങ്ങളാണ് കഴിഞ്ഞത്. 8-ാം റൗണ്ടിൽ അർജന്റീന ചൊവ്വാഴ്ച കളിക്കാൻ ഇറങ്ങും. എതിരാളികൾ കൊളംബിയയാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ, അതായത് സെപ്റ്റംബർ 11 ബുധനാഴ്ച പുലർച്ചെ 2 മണിക്കാണ് ആ മത്സരം. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീന തകർപ്പൻ ജയം നേടിയപ്പോഴും 2 താരങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഓൾറെഡി പരിക്കേറ്റ് ലിയോ മെസ്സി പുറത്താണ്. മറ്റ് താരങ്ങൾ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ അടക്കമുള്ളവർ പുറത്താണ്. സ്ക്വാഡിൽ ഉൾപ്പെട്ടിരുന്നു ടാഗ്ലിയാഫിക്കോ, പക്ഷെ പിന്നീട് അദ്ദേഹത്തെ കട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനിടക്കാണ് ഇപ്പോൾ ആദ്യ മത്സരം കളിച്ച 2 താരങ്ങൾക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഒന്ന് അലക്സിസ് മാക്കലിസ്റ്റർ ആണ്. അദ്ദേഹം ആ കളിയിൽ ചിലിക്കെതിരെ ഗോളടിച്ച് ആദ്യ ഗോൾ അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു. മികച്ച പ്രകടനം നടത്തിയ താരമാണ്. പക്ഷേ താരത്തിന് പരിക്ക് പറ്റി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഗാസ് നെഡൂല് വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മാക്കലിസ്റ്റർക്ക് അഡക്ടർ ഡിസ്കംഫർട്ടാണുള്ളത്. അദ്ദേഹം ടീമിനോടൊപ്പം അല്ലാതെ, ഗ്രൂപ്പ് ട്രെയിനിങ് അല്ലാതെ സെപ്പറേറ്റ് ട്രെയിനിങ് നടത്തും ചൊവ്വാഴ്ച വരെ. അതിനുശേഷമാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുമോ എന്നുള്ളത് ചൊവ്വാഴ്ച രാവിലെ മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഗാസ് നെഡൂലിൻ്റെ റിപ്പോർട്ട്. ചുരുക്കത്തിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നർത്ഥം. അതേസമയം നിക്കോളാസ് ഗോൺസാലസിനും പരിക്ക് പറ്റിയിരുന്നു. കളി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഹീലിന് നല്ല പെയിൻ ഉണ്ട് എന്നുള്ളതായിരുന്നു പുറത്തേക്ക് വന്ന വിവരം. അതനുസരിച്ച് ഗാസ് നെഡൂൽ വിശദീകരണങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട്. നിക്കോളാസ് ഗോൺസാലസിന് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അധികം ഭയക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പെയിൻ ഉണ്ടായത് ആ ഒരു ഹീലിൻ്റെ അടിയിലായിരുന്നു. പക്ഷേ വലിയ പ്രശ്നങ്ങളില്ല. ഒരു ബ്ലോ കിട്ടിയിരുന്നു, അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഏതായാലും വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യും. ഏതായാലും കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിൽ നിന്ന് റൂൾഡ് ഔട്ട് ആയിട്ടില്ല നിക്കോളാസ് ഗോൺസാലസ് എന്നാണ് ഇപ്പോൾ ഗാസ് നെഡൂലിൻ്റെ റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ്